ദിഹാങ്ക ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോം ആൻഡ് ഡാഡ് റെസിപ്പീസിലെ 6ാമത്തെ വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുക്കറിൽ എങ്ങനെ ഒരു ഫുൾ ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം 1 കിലോ 700 ഗ്രാം ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതുണ്ട്. ഇനി മസാലകളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂൺ, ഉപ്പ് 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ചാറ്റ് മസാല 1/4 സ്പൂൺ, വെളുത്തുള്ളി 3 അല്ലി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 5 ചുവന്നുള്ളി, ഇഞ്ചി ചെറിയ 2 കഷ്ണം. ഇനി നമ്മൾ സോസുകൾ എടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ ചില്ലി സോസ് 1 സ്പൂൺ, റെഡ് ചില്ലി സോസ് 1 സ്പൂൺ, വിനാഗിരി 1 സ്പൂൺ, സോയ സോസ് 1 സ്പൂൺ. ഈ മസാലക്കൂട്ടിലേക്ക് എല്ലാ സോസുകളും ഒഴിക്കുക. ചില്ലി സോസ് 1 സ്പൂൺ, വിനാഗിരി 1 സ്പൂൺ, റെഡ് ചില്ലി സോസ് 1 സ്പൂൺ, 1 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇവയെല്ലാം നല്ലോണം മസാലയുമായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോഴി നല്ലോണം വരഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലോണം മാംസം ഉള്ളെടുത്തിട്ട് നല്ല ഡീപ്പായിട്ടാണ് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ചെറിയ പോക്കറ്റ് പോലെയാണ് മാംസമുള്ള ഭാഗത്ത് വരഞ്ഞിരിക്കുന്നത്. ഇനി മസാലകളെല്ലാം തന്നെ നമുക്ക് ഈ കോഴിനെ തേച്ച് പിടിപ്പിക്കാം. ഈ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലും കോഴിയുടെ ഉള്ളിലും എല്ലായിടത്തും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി 2 വെളുത്തുള്ളി ചതച്ചത്, 2 ചുവന്നുള്ളി ചതച്ചത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ 2 കഷ്ണം പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഈ വരഞ്ഞു വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അതിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് കോഴിയുടെ ഉള്ളിലേക്കും എല്ലായിടത്തും ഇതുപോലെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റഫ് ചെയ്യരുത്, വളരെ കുറച്ച് മാത്രം, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ കുത്തും ഇഞ്ചിയുടെ കുത്തും വന്നിട്ട് അത് അധികമായി പോകും. അതിനുശേഷം നമ്മൾ ഈ കോഴിയുടെ കഴുത്തുണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഇനി ഈ കോഴിയുടെ 2 കൈകളുണ്ടല്ലോ അത് ഈ കാലിൻ്റെ ഭാഗത്തേക്ക്, കാലിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് കടത്തി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ കാല് 2ഉം കൂടിയിട്ട് കൂട്ടി പിടിച്ചിട്ട് വാഴയുടെ നാരുണ്ടല്ലോ, വാഴയുടെ പച്ച നാരെടുക്കണം. അതെടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് കെട്ടിയെടുക്കണം. ഇതേപോലെ ഒരു ബോൾ പരുവത്തിൽ വേണം നമുക്ക് കെട്ടാനായിട്ട്. ഇത് വാഴനാര് കെട്ടുമ്പോൾ നമുക്ക് മാംസം തുളച്ചിട്ട് അതിൽ കൂടെ ഈ വാഴനാര് കയറ്റിയിട്ട് കെട്ടിയെടുക്കുകയും ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ ഇതൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നടുവിൽ കൂടെ ഇതിങ്ങനെ കടത്തിയെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് പുട്ടുകുത്തി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇത് കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിന് ശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിനകത്ത് ഈ അരിപ്പ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് ഇതിങ്ങനെ നേരെ കുത്തി നിർത്താം. ഇനി കുക്കറിൻ്റെ അടപ്പ് ഇതിൻ്റെ ആ സ്റ്റിക്ക് വിസിലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പോലെ നമ്മൾ ഇട്ടിട്ട് വിസിൽ നമ്മൾ ഇടുന്നില്ല, ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 40 മിനിറ്റ് നേരമാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കോഴി ചെറുതാണെങ്കിൽ 30 മിനിറ്റ് വെച്ചാലും മതിയാകും. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം 40 മിനിറ്റ്സ് നമ്മൾ വേവിക്കാനായിട്ട്. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് തുറന്നു നോക്കാം. എന്താ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അത് വെന്തോന്നുള്ളത് നോക്കാം. അപ്പം നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓവനോ മറ്റുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ കുക്കറിൽ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഈ സ്റ്റഫ്ഡ് ഫുൾ ചിക്കൻ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ.